ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്ന അടിപൊളിയായിട്ട് ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യണതാണ് കേട്ടോ. നിങ്ങൾ വീഡിയോ ഫുള്ളായി കാണാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് ഇരിക്കുന്നത് 14 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. മുകളിലത്തെ ഭാഗം കേട്ടോ, ഉടുപ്പിൻ്റെ മുകളിലത്തെ ഭാഗമാണ് എടുത്തിരിക്കുന്നത്. ലെങ്ത്ത് 14 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്. ചെസ്റ്റ് അളവ് 31 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് 7.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതിന് 2 ഇഞ്ച് ലൂസും 1.5 ഇഞ്ച് തയ്യൽ തുമ്പും. വേസ്റ്റ് അളവ് 30 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ലൂസിൽ വേണമെന്ന് അറിയുകൊണ്ട് വേസ്റ്റ് അളവ് ലൂസിൽ എടുത്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ നാലിലൊരു ഭാഗത്തിൽ എടുത്തിട്ട് അടയാളപ്പെടുത്തി. നെക്കളവ് 2.5 ഇഞ്ച്. അപ്പോൾ ബാക്കിലേക്ക് നെക്ക് 4 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലേക്ക് 5 ഇഞ്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഷോൾഡറിൻ്റെ അളവ് ഇതിൻ്റെ അളവ് 4 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷോൾഡറിൻ്റെ ആം ഹോളിൻ്റെ ഇറക്കം 6 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അതിന് 1.5 ഇഞ്ച് ഇത് കട്ട് ചെയ്യുക കേട്ടോ. ബാക്കിലേക്കുള്ള വശം ഇതിൽ തന്നെ അടയാളപ്പെടുത്തുന്നത്. ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടി ഒന്നിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി അത് കട്ട് ചെയ്യുമ്പോൾ അതുണ്ടോ, ഫ്രണ്ട് പീസ് മാത്രം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ബാക്കിൽ വെട്ടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ടിലത്തെ പീസ് വെട്ടിയാൽ അടിയത്തെ കട്ടാവില്ലേ, അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഹാം ഹോൾ 1/2 ഇഞ്ച് ഒന്ന് കുഴിച്ച് വെട്ടിയെടുക്കുക. ഇത്രയും അളവാണുള്ളത് കേട്ടോ. നെറ്റിൻ്റെ പീസാണ് മുകളിൽ വയ്ക്കുന്നത്. അടിയിൽ സാധാ തുണിയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടിയിലേക്ക് കുറച്ച് നെറ്റ് ഇറക്കി ആ ഡിസൈൻ അധികം ഇറക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് അതിൻ്റെ ആ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആ ഒരു നെറ്റ് ഫ്രണ്ടിലേക്ക് കയറി വരും. അപ്പോൾ അതിൻ്റെ ആ തയ്യൽ തുമ്പ് കിഴിച്ച് അതിലേക്ക് എത്ര പീസ് വരുമോ അതിനനുസരിച്ച് ആ ഫ്രണ്ടിലേക്കുള്ള പീസ് ഇറക്കി കൊടുക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. കയ്യിലേക്കും ഞാൻ ആ വർക്കിൻ്റെ ഭാഗം തന്നെ കയ്യിലേക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെയാണ് അതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. സ്ലീവിൻ്റെയും ഉടുപ്പിൻ്റെ ഫ്രണ്ടിലത്തുള്ള ഭാഗവും അതിൽ ഞാൻ ലൈനിങ്ങൊക്കെ നമ്മൾ അതിലേക്ക് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ലൈനിങ്ങിൻ്റെ ഇന്ന് അതിൽ ഉൾപ്പെടുത്തേണ്ട പറഞ്ഞിട്ടാണ് ലൈനിങ്ങൊക്കെ നമ്മൾ ആ നെറ്റിലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അതിന് നമ്മൾ ആ നെക്കിൻ്റെ അളവ് എടുത്തിരിക്കുന്നത് പൈപ്പിങ് കൊടുക്കാൻ 2 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ആ 2 ഇഞ്ചുള്ള ക്രോസ് പീസ് എടുത്തിട്ട് നമ്മളതിൻ്റെ ആ ഒരു സിബിൻ്റെ ആ വശം 4 വറം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ 4 വറം സിബിൻ്റെ ആ വശത്തിൽ നിന്ന് 2 ഇഞ്ച് പീസുള്ളത് നമ്മളൊന്ന് അടിച്ചിട്ട് ഫ്രണ്ടിലേക്ക് മടക്കി കൊടുക്കുക. അത്ര ചെയ്തിട്ടുള്ളൂ, അല്ലാതെ നമ്മളതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ഇൻവെസിബിൾ സിബാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ലൈനിങ് ഒക്കെ അതിൽ പിടിപ്പിച്ചു. ഇനി നമുക്കതിന് ആ സ്ലീവ് നമുക്കതൊന്ന് തയ്ച്ച് കൊടുക്കാം കേട്ടോ. സ്ലീവൊക്കെ ലൈനിങ്ങൊക്കെ നമ്മൾ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് അതിലേക്ക് ചേർത്ത് വയ്ക്കേ വേണ്ടുള്ളൂ. ഇതിന് ശേഷം ആ സ്ലീവ് അതിന് പിടിപ്പിച്ചതിന് ശേഷം സൈഡൊന്ന് നമ്മൾ അടിച്ചു കൊടുക്കുക. നമ്മൾ വള്ളി അടിക്കണം കേട്ടോ. നമ്മൾ 2 സൈഡും അതിന് വള്ളിക്കുള്ള പീസ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ വള്ളിയൊന്ന് അടിച്ചിട്ട് അതിലേക്കൊന്ന് ചേർത്തി കൊടുക്കണം. അത്രേ വേണ്ടുള്ളൂ. അല്ലാതെ ഇതിലേക്ക് കുറേ നമുക്കില്ല. ആ ഫ്രണ്ടിലേക്കുള്ള ആ ഒരു പീസില്ല, അത് മാത്രമാണ് ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്. അല്ലാതെ നമുക്കധികം ഇതിലുള്ളതൊന്നുമില്ല കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് വേഗം ചെയ്യാവുന്നൊരു മോഡലാണിത് കേട്ടോ. കാരണം ഞാൻ ആ വള്ളി അതിൻ്റെ സൈഡ് അടിച്ചതിന് ശേഷം അതിൻ്റെ അധികമുള്ള തുണികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ആ വള്ളി പിടിപ്പിച്ചിട്ടില്ല. അപ്പോൾ ആ വള്ളി അവിടെ നിന്ന് ഓപ്പൺ ചെയ്തിട്ട് ആ വള്ളി ഒന്ന് നമ്മൾ അതിലേക്ക് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു നെറ്റിൻ്റെ പീസില്ല, ആ നെറ്റിൻ്റെ പീസ് നമുക്കിങ്ങനെ അറ്റാച്ച് ചെയ്യുമ്പോൾ അധികം നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു തയ്യൽ തുമ്പിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ആ ഒരു പീസ് കണ്ടോ, അതൊന്നാണ് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ തയ്ക്കുമ്പോൾ അത് ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ ചെയ്യാം കേട്ടോ. അതിന് ശേഷം നമ്മൾ താഴത്തെ പീസ് നമ്മൾ പാവാടയ്ക്ക് ഉപയോഗിക്കില്ലേ, അത് നമ്മൾ ചെറിയ ചെറിയ പ്രില്ലിട്ടിട്ടാണ് ചെയ്യുന്നത്. അതിൽ ഒരു 1/2 ഇഞ്ച് വീതിയിലുള്ള ചെറിയ ചെറിയ പ്രില്ലുകൾ നമ്മൾ ഇട്ട് കൊടുക്കുക. നമ്മളിതിൻ്റെ ബോഡി പാർട്ടിൻ്റെ ആ ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ 30 ഇഞ്ചാണ് വരുന്നത്. ആ 30 ഇഞ്ചല്ല 37 ഇഞ്ച് 37 ഇഞ്ചാണ് കേട്ടോ വരുന്നത്. അതിൽ നമുക്ക് ആ 10 ഇഞ്ച് നമ്മൾ അടിയിലെ പ്രില്ലിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. ആ പ്രില്ലിൻ്റെ ഇറക്കം കുറച്ചിട്ടാണ് നമ്മൾ ഈ പ്രില്ലിന് എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അടിയിലൊരു വലിയൊരു പ്രില്ല് വരുന്നുണ്ട്. ആ പ്രില്ലിൻ്റെ ഇറക്കം അത് കട്ട് ഇതിൽ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ഒരു ഭാഗം 10 ഇഞ്ച്, അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഫുൾ ലെങ്ത്ത് 51 ഇഞ്ചാണ്. ആ 51 ഇഞ്ചിൽ നമ്മൾ 14 ഇഞ്ച് കഴിച്ചിട്ട് ബാക്കി 27 ഇഞ്ചോളം നമ്മൾ ഈ മൂളിക്ക് അതിന് ശേഷമുള്ളത് നമ്മൾ താഴേക്കുള്ള പ്രില്ലിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ടില്ല. അത് നമുക്ക് അതുകൊണ്ടാണ് ഞങ്ങൾക്കത് പ്രത്യേകം നിങ്ങൾക്ക് അത് എടുത്ത് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ആ പ്രില്ലിൻ്റെ ആ വശം ഒഴിവാക്കിയതിന് ശേഷം അത് ചെയ്യുക. പിന്നെ അതിൻ്റെ ലൈനിങ് നമ്മൾ
ആ ഒരു ഇതിൽ പിടിപ്പിക്കുക കേട്ടോ. അല്ല ആ തുണി ആദ്യം നമ്മൾ ആ നല്ല പീസാണ് വെക്കേണ്ടത് കേട്ടോ. ലൈനിങ് അല്ല വെക്കേണ്ടത് ആ ബോഡി പാർട്ടിൽ. അത് ആദ്യം നമ്മൾ ഈ നല്ല പീസുള്ള ഫ്രില്ല് എടുത്തിട്ടില്ലേ, അത് നമ്മൾ അതിൻ്റെ അളവിൽ ആ അളവിലൊക്കെ ആ പ്രില്ല് തികയുണ്ടോ എന്നൊക്കെ നിങ്ങൾ നോക്കണം കേട്ടോ. നിങ്ങളത് വെച്ച് നോക്കി കറക്റ്റ് ചെയ്തിട്ട് ആ അളവ് തന്നെയാണോ എന്നുള്ളതൊക്കെ നോക്കുക. സൈഡൊക്കെ ഏച്ചിട്ട് നമ്മൾ വട്ടത്തിലാണ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഒരു ബോഡി ലെങ്ത്ത് നിന്ന് അങ്ങോട്ട് താഴേക്കല്ല, ബോഡി വരേക്ക് ഒരു ഇതും അവിടെ നിന്ന് അങ്ങോട്ട് പാവാട വട്ടത്തിൽ അങ്ങനെ തയ്ച്ചു കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ അതിനുള്ള ലൈനിങ് കേട്ടോ. ലൈനിങ് എടുക്കുമ്പോൾ നമ്മൾ ആ മുകളിലത്തെ പീസിൻ്റെയും ആ അടിയിൽ ആ പ്രില്ലിന് വരില്ല, ആ പീസും കൂടി ചേർത്തിട്ട് ഒരു 4 ഇഞ്ചോ 5 ഇഞ്ചോ കുറച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കട്ട് ചെയ്യണം. അതാണ് നിങ്ങൾക്ക് അതുകൊണ്ട് പറഞ്ഞു തരുന്നത്. നിങ്ങൾ അളവുകൾ ശ്രദ്ധിച്ച് ചെയ്യുക. എന്നതിന് ശേഷം അതേ പ്രില്ല് വയ്ക്കുക. നിങ്ങൾ ഈ പ്രില്ല് നമ്മൾ ഉടുപ്പിൽ വയ്ക്കുമ്പോൾ നമ്മൾ ബോഡി പാർട്ടിൽ നിന്ന് താഴേക്ക് രീതിയിലാണ് പിടിപ്പിക്കേണ്ടത് കേട്ടോ. കണ്ടോ, നമ്മൾ ആ ലൈനിങ് മറ്റേ സൈഡിൽ വെച്ചിട്ട് അണിച്ചാൽ ഇത് ഇങ്ങടാണ്. അപ്പോൾ നമുക്ക് ആ ഉള്ളിലേക്ക് ആ പ്രില്ലൊക്കെ പോകും. നമ്മൾ റെഡിമെയ്ഡ് ഡ്രസ്സൊക്കെ നമ്മൾ തുറന്നു നോക്കിയാൽ കണ്ടിട്ടില്ലേ, നമ്മൾ ആ ഒരു സ്റ്റിച്ചിങ് ഒന്നും കാണില്ല. നമ്മൾ ഈ ഒരു മുകളിലേക്ക് ഈ ഒരു പ്രില്ല് താഴേക്കായിട്ട് പിടിപ്പിച്ചിട്ട് വയ്ക്കുക കേട്ടോ. അതായത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ, നമ്മൾ ആ ബോഡി പാർട്ടിൻ്റെ അവിടെ വെച്ചിട്ട് താഴേക്ക് അങ്ങോട്ട് രീതിയിലാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാം കേട്ടോ. അതിന് ശേഷം നമ്മൾ അതിൻ്റെ ആ ചെറിയ പ്രില്ല് വയ്ക്കാനുള്ള തുണികളൊക്കെ യോജിപ്പിച്ചിട്ട് എത്രത്തോളം നമുക്ക് പ്രില്ല് വയ്ക്കണം എന്നുണ്ടാവും അത്രത്തോളം പീസ്. ഞാനിവിടെ 10 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിൽ കൂടെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 ഇഞ്ച് മുകളിലേക്കും 1 ഇഞ്ച് താഴെ മടക്കി അടിക്കാനും, അങ്ങനെ 1.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ അളവെടുക്കുമ്പോൾ എപ്പോഴും തയ്യൽ തുമ്പിനുള്ള ഒരു പീസ്, ഇപ്പോൾ നമ്മൾ ആദ്യം വെച്ചില്ലേ അതിലേക്ക് 1/2 ഇഞ്ച് 27 ഇഞ്ചാണെന്ന് 28 ഇഞ്ച് എടുക്കണം. കാരണം മുകളിൽ അരയിൽ പീസ് വയ്ക്കുമ്പോഴും ചെയ്യാം കേട്ടോ. എന്നിട്ട് ആ പ്രില്ലായിരിക്കും ഒന്ന് പിടിപ്പിക്കുക, അത്രേ വേണ്ടുള്ളൂ. പിടിപ്പിക്കുന്ന വീഡിയോ ഇട്ടിട്ടില്ല, അതുകൊണ്ട് ആ പ്രില്ലായിരിക്കാണ് പിടിപ്പിച്ചെടുക്കണേ ഉള്ളൂ. അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡ്രസ്സ് റെഡിയായി കണ്ടോ. നിങ്ങൾക്ക് സിമ്പിളായിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു ഡ്രസ്സായി. അപ്പോൾ ഇനി പുതിയ വീഡിയോയുമായിട്ട് കാണാം കേട്ടോ.